ഓം നമ ശിവായ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നെൻ്റെ വീട്ടിൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ കുടയും ചൂടി എൻ്റെ വീട്ടിന് തൊട്ടു മുന്നിലുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭഗവാനെ കണ്ട് തൊഴാൻ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ ആരാന്ന് മനസ്സിലായല്ലോ. ഒന്ന് ഞാനും എൻ്റെ കുടുംബത്തിലെ അച്ചുതേട്ടനുമാണ്. ഞങ്ങളും അതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഗോപാലകൃഷ്ണൻ അച്ചാച്ചനും കാർത്തിയായനി അമ്മമ്മയും കൂടെ കൊട്ടിയൂരേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഓട്ടോയിലായിരുന്നു പോയത്. സാധാരണ ഓട്ടോ അല്ല, ഇപ്പോഴുള്ള ഓട്ടോയിൽ, അങ്ങനെയുള്ള ഓട്ടോയിൽ. അങ്ങനെ ഒരു 8-8:30 ആയപ്പോൾ ഞങ്ങൾ കൊട്ടിയൂരെത്തി. കണ്ടില്ലേ, കൊട്ടിയൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓടപ്പൂവ്. ഓടപ്പൂവ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ കൊട്ടിയൂരെത്തി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരെത്തി. ഒരുപാട് സന്തോഷമായി. നല്ല മഴയായിരുന്നു ഇറങ്ങുമ്പോഴൊക്കെ. കൊട്ടിയൂരെത്തിയപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് തോർന്നു പോയിട്ടുണ്ടായിരുന്നു. കൊട്ടിയൂർ പോവാത്തവരായിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ. ദക്ഷിണ കാശിയാണ് കൊട്ടിയൂർ. അങ്ങനെ ഞങ്ങൾ വാവരിപ്പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ വഴി നടന്നപ്പോൾ നല്ല തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കരുതി വലിയ തിരക്കൊന്നും കാണില്ല എന്ന്. അങ്ങനെ വാവരിപ്പുഴയുടെ അടുത്തെത്തിയ സമയത്ത് അവിടെ കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ വെള്ളത്തിൽ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. നല്ല മഴക്കാലമല്ലേ, അപ്പോൾ ഒഴുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കുളിക്കാൻ പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും തണുത്ത വെള്ളത്തിൽ കുളിച്ചു. നമ്മുടെ ഗോപുക്കുട്ടൻ്റെയും കാർത്തിയായനി അമ്മമ്മയുടെയും സന്തോഷം കണ്ടില്ലേ. അവർ രണ്ടുപേരും ഭഗവാനെ കാണാനുള്ള നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. കണ്ടില്ലേ, നല്ല ഒഴുക്കായിരുന്നു വാവരുപുഴ. ഈ പ്രകൃതി ഭംഗി കാണാൻ കൊട്ടിയൂർ വന്നിട്ട് കാണണം, അല്ലാണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്കും ഭംഗിയാണ്. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേരുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സന്നിധിയിലെത്തിയപ്പോൾ എന്താ തിരക്കെന്നറിയോ. വലിയ തിരക്കായിരുന്നു. ഒരുപാട് തിരക്കിലൂടെ ഭഗവാനെ കണ്ട് ഞങ്ങൾ തൊഴുതു. അങ്ങനെ ഓടപ്പൂവും അതുപോലെ പൊരിയും അലുവയും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറി. എന്നിട്ട് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അക്കരെ കൊട്ടിയൂരേക്ക് യാത്ര തിരിച്ചു. അക്കരെ കൊട്ടിയൂരും നല്ല തിരക്കായിരുന്നു. ഞാൻ കൊട്ടിയൂരിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ വർഷം കൊട്ടിയൂർ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂരപ്പനെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.